നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഗ് ഡാറ്റ അനാലിസിസ് ഫ്രെയിംവർക്ക്. നമുക്ക് ബിഗ് ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ട് കുറേ ഫ്രെയിംവർക്ക്സ് അല്ലെങ്കിൽ കുറേ ടൂൾസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നോക്കാൻ വരുന്നത്. ഓക്കെ, സോ ഈവൻ ദ ന്യൂ സെറ്റ്സ് ഓഫ് ടൂൾസ് കണ്ടിന്യൂ ടു ബി അവൈലബിൾ ടു ഹെൽപ്പ് യു മാനേജ് ആൻഡ് അനലൈസ് ബിഗ് ഡാറ്റ മോർ എഫക്റ്റീവ്ലി, യു മേ നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് വാട്ട് യു നീഡ് ഫ്രം വാട്ട്സ് ഓൾറെഡി ഔട്ട് ദർ. അപ്പോൾ എന്താ പറയുന്നത്, നമുക്ക് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ് ബിഗ് ഡാറ്റ അനാലിസിസ് ചെയ്യാൻ പറ്റുന്ന വൈഡ് വെറൈറ്റി ഓഫ് ടൂൾസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ കൂടി നമ്മുടെ ബിസിനസ്സിൻ്റെ റിക്വയർമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൂള് കിട്ടണമെന്നില്ല. ഓക്കെ, നമുക്ക് കുറേ കോമൺ ആയിട്ട് കുറേ ടൂൾസ് ഉണ്ടാവും, പക്ഷേ നമ്മുടെ ബിസിനസ്സിന് കറസ്പോണ്ടിങ് അപ്പം അല്ലെങ്കിൽ നമ്മുടെ ഒരു റിക്വയർമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൂൾസ് ഒന്നും കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് നോക്കൂ, വാട്ട് ആർ ബിസിനസ് യൂസേഴ്സ് ലുക്കിംഗ് ഫോർ വെൻ it comes to big data analysis? The answer to that question depends on the type of business problem they are trying to solve. അല്ലേ, ആൻഡ് ഏർലി ഇൻ ദിസ് ചാപ്റ്റർ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ബിഗ് ഡാറ്റ യൂസ് ചെയ്യുന്നത്. ഇത് ഇറ്റ് ഈസ് യൂസ് ഫോർ ഡിസിഷൻ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ആക്ഷൻ ഓറിയൻറ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ബിസിനസ് ചാലഞ്ചസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ് ചാലഞ്ചസിന് വേണ്ടിയിട്ടാണ് ഈ ബിഗ് ഡാറ്റ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, അപ്പോൾ നമുക്കൊരു കറക്റ്റ് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ് ബിസിനസ്സിൽ നടക്കുന്നത് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ് അവർക്ക് റിക്വയർഡ് ആയിട്ടുള്ളത് എന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കണം. അതുപോലെ ആ ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ബിസിനസ്സാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം എന്ത് സെലക്ട് ചെയ്യാൻ, നമ്മുടെ ബിഗ് ഡാറ്റ അനാലിസിസ് ടൂള് എടുക്കാൻ വേണ്ടിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൂളായിരിക്കണം എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആണെങ്കിൽ ഡിസിഷൻ ഓറിയൻറ്റേഷൻ ടൈപ്പ് ബിസിനസ് ഇതുണ്ട്. രണ്ടാമതൊന്ന് ആക്ഷൻ ഓറിയൻറ്റഡ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, രണ്ട് കാര്യങ്ങൾക്കാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക, ഡിസിഷൻ ഓറിയൻറ്റഡും അതുപോലെ ആക്ഷൻ ഓറിയൻറ്റഡും. അപ്പം ഡിസിഷൻ ഓറിയൻറ്റഡ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് വേണം, അതല്ലെങ്കിൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം. പക്ഷേ നമുക്ക് അറിയാം രണ്ടിലും എന്താണ് ബിസിനസ്സിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ കോമൺ ആയിട്ടൊക്കെ ഉണ്ടാവും. നോക്കാം, many of the characteristics are common to both, and because decision often lead to action, the commonality is required. And some important consideration you need to take in as you select a big data application analysis framework include the following. അപ്പോൾ നമുക്കറിയാം അല്ലേ, ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ആക്ഷൻ ആണ് അല്ലേ. ഇപ്പോൾ വലിയ മാനേജ്മെൻറ്റിലൊക്കെ എന്തെങ്കിലും ഡിസിഷൻ എടുത്താൽ അടുത്തവരെന്ത് ചെയ്യും, ആ ഡിസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് ആക്ഷൻ എടുക്കും. സോ ഡിസിഷൻ ആൻഡ് ആക്ഷൻ ആർ എന്താണ് പറയുന്നത്, ദേ ആർ റിലേറ്റഡ്, അല്ലെങ്കിൽ അവർ തമ്മിൽ ഈ ഡിസിഷൻ ഓറിയൻറ്റഡും അതുപോലെ തന്നെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളതും തമ്മിൽ എന്തുണ്ട്, കുറേ കോമണാലിറ്റീസ് ഉണ്ട്. ഓക്കെ, ഇനി നോർമലി ഒരു ബിസിനസ് അനാലിസിസ് ഫ്രെയിംവർക്കിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് സപ്പോർട്ട് ഫോർ മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്സ്. മെനി ഓർഗനൈസേഷൻസ് ആർ ഇൻകോർപ്പറേറ്റിംഗ് or expect to incorporate all types of data as part of their big data deployments, including structured, semi-structured and unstructured data. So first and very important consideration എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഡാറ്റ ടൈപ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. കാരണം ഇപ്പോൾ ബിസിനസ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർ ഹാൻഡിൽ ചെയ്യുന്ന ഡാറ്റ ഇപ്പോൾ സ്ട്രക്ചേർഡ് ആണെങ്കിൽ അവർ ഇനി സെമി സ്ട്രക്ചേർഡ് ഹാൻഡിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്, അൺസ്ട്രക്ചേർഡ് ഡാറ്റാസ് ഉണ്ടാവും. അപ്പോൾ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റാസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ ആണെങ്കിലും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിംവർക്ക് ആയിരിക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ ഇസ് ഹാൻഡിൽ ബാച്ച് പ്രോസസ്സിംഗ് ഓർ റിയൽ ടൈം ഡാറ്റ സ്ട്രീം. ബാച്ച് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാലോ ഓരോ ബാച്ചസ് ആയിട്ട് മാറ്റിയിട്ട് അതിനെ ഈ ഡാറ്റേനെ തന്നെ ഡിഫറെൻറ്റ് ബാച്ചസ് ആക്കി മാറ്റിയിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യുന്നതാണ് ബാച്ച് പ്രോസസ്സിംഗ്. റിയൽ ടൈം ഡാറ്റയാണല്ലോ നമുക്ക് ഒരുവിധം എല്ലാത്തിനും നമുക്കിപ്പോൾ യൂസ് ചെയ്യുന്നത് റിയൽ ടൈം ഡാറ്റയാണ് അല്ലേ. അപ്പോൾ വരുന്ന ഡാറ്റാസാണ്, ഓൾറെഡി കുറേ സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റാസ് തന്നെ ആവണമെന്നില്ല, കുറേ റിയൽ ടൈം ഡാറ്റാസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റിയൽ ടൈം ഡാറ്റേഴ്സിനെയും അതുപോലെ ബാച്ച് പ്രോസസ്സിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ,
Action orientation is a product of analysis on real-time data streams, while decision orientation can be adequately served by batch processing. നമ്മൾ നേരത്തെ പറഞ്ഞു 2 ടൈപ്പ് ഉണ്ടെന്ന്. അതിൽ ആക്ഷൻ ഓറിയൻറ്റഡിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക എന്തായിരിക്കും? റിയൽ ടൈം ഡാറ്റ ആയിരിക്കും. അതുപോലെ തന്നെ ഡെസിഷൻ ഓറിയൻറ്റേഷനിൽ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ബാച്ച് പ്രോസസ്സിങ്ങിൽ ഓൾറെഡി ഉള്ളതിനെ ബാച്ചസ് ആക്കി വെച്ചിട്ട് അതിന് ആ ഒരു ഡാറ്റേനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചെയ്യേണ്ടി വരിക. അപ്പോൾ രണ്ടിലും 2 ടൈപ്പ് ഓഫ് പ്രോസസ്സിങ് ആയിരിക്കും ചെയ്യേണ്ടി വരിക. ഓക്കെ, ദെൻ സം യൂസേഴ്സ് വിൽ റിക്വയർ ബോത്ത്സ് ആസ് ദേ ഇവോൾവ് ടു ഇൻക്ലൂഡ് വേരിയിങ് ഫോംസ് ഓഫ് അനാലിസിസ്. ചില യൂസേഴ്സിന് എന്തായിരിക്കും എല്ലാം രണ്ടും വേണ്ടി വരും അല്ലേ? അതായത് റിയൽ ടൈം ഇതും വേണ്ടി വരും, അതുപോലെ തന്നെ ബാച്ച് പ്രോസസ്സിങ്ങും വേണ്ടി വരും. അങ്ങനെ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഇസ് യൂട്ടിലൈസ് വാട്ട് ഓൾറെഡി എക്സിസ്റ്റ് ഇൻ യുവർ എൻവയോൺമെൻറ്റ്. അപ്പോൾ എന്താണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിം വർക്ക് ആയിരിക്കണം. Okay, to get the right context, it may be important to leverage existing data and algorithms in the big data analysis framework. നമുക്ക് എക്സിസ്റ്റിംഗ് ഡാറ്റേനെയും എക്സിസ്റ്റിംഗ് അൽഗോരിതത്തിനെയൊക്കെ തന്നെ യൂസ് ചെയ്തിട്ട് ഈ ഫ്രെയിം വർക്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. Okay, next is support NoSQL and other newer forms of accessing data. നമ്മൾ നോർമലി പണ്ടത്തെ SQL പകരം ഇപ്പോൾ നമുക്ക് NoSQL, PostgreSQL അങ്ങനെ ഒരുപാട് കുറേ വേർഷൻസ്, കുറേ ഡാറ്റാബേസ് ആക്സസ് ചെയ്യാനുള്ള കുറേ ടൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പുതിയ വേർഷൻസൊക്കെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൊന്ന് പറയാൻ NoSQL ആണ് കേട്ടോ. While organization will continue to use SQL, many are also looking at newer forms of data access to support faster response time or faster times to decision. നോർമലി ഇപ്പോൾ ഉള്ള കമ്പനീസൊക്കെ SQL തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൂടി അവരിങ്ങനെ ഫാസ്റ്റർ ആയിട്ടുള്ള ആക്സസും ഫാസ്റ്റർ റെസ്പോൺസ് ടൈം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അടുത്ത ടെക്നോളജികളിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒന്നാണ് NoSQL എന്ന് പറയുന്നത് കേട്ടോ. SQLനെക്കാട്ടും ഒരുപാട് അഡ്വാൻറ്റേജസ് NoSQL വരുന്നുണ്ട്. ദെൻ ഓവർകം ലോ ലേറ്റൻസി. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഓവർകം ലോ latency. If you're going to be dealing with high data velocity, you're going to need a framework that can support the requirements for speed and performance. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഹൈ ഡാറ്റ വെലോസിറ്റി, ഭയങ്കര സ്പീഡിൽ അല്ലേ, പെട്ടെന്ന് വരെ ഡാറ്റേനെയാണ് നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെ ഡീൽ ചെയ്യുമ്പോൾ എന്താണ് അത് സ്പീഡുമായിട്ട് ചെയ്യാൻ പറ്റണം. അതുപോലെ വെറുതെ സ്പീഡായിട്ട് ചെയ്താൽ മാത്രം പോരാ, പെർഫോമൻസും അവിടെ കീപ്പ് ചെയ്യണം. അങ്ങനെയുള്ള അനാലിസിസ് ഫ്രെയിം വർക്ക് ആയിരിക്കണം. നെക്സ്റ്റ് ഇസ് പ്രൊവൈഡ് ചീപ്പ് സ്റ്റോറേജ്. ചീപ്പായിട്ട് സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്യണം. ബിഗ് ഡാറ്റ മീൻസ് പൊട്ടൻഷ്യലി ലോട്ട്സ് ഓഫ് സ്റ്റോറേജ് ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ഹൗ മച്ച് ഡാറ്റ യു വാണ്ട് ടു പ്രോസസ് ആൻഡ് കീപ്പ് അല്ലേ, നമുക്ക് എത്ര ഡാറ്റ കീപ്പ് ചെയ്യണം, എത്ര പ്രോസസ് ചെയ്യണമെന്ന് ബേസ് ചെയ്തിട്ട് ബിഗ് ഡാറ്റേൻ്റെ വോളിയം വേരി ചെയ്യും. അപ്പോൾ നോർമലി ബിഗ് ഡാറ്റ പറഞ്ഞാൽ എന്താ അത്രയും വോളിയം ഓഫ് ഡാറ്റ എന്തായാലും കിടക്കും അല്ലേ. ആൻഡ് ദിസ് മീൻസ് ദാറ്റ് സ്റ്റോറേജ് മാനേജ്മെൻറ്റ് ആൻഡ് ദ റിസൾട്ടൻറ്റ് സ്റ്റോറേജ് കോസ്റ്റ് ആർ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ. അപ്പോൾ സ്റ്റോറേജ് കോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ലേ, കാരണം കുറച്ച് ഡാറ്റയൊന്നുമല്ലല്ലോ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ളത്, ഒരുപാട് ഡാറ്റാസ് നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാൻ വരുന്നുണ്ട് അല്ലേ. സോ അത്രയും ഹ്യൂജ് വോളിയം ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടി വരുമ്പം നമുക്ക് അവിടെ എന്തായിരിക്കണം, നമ്മുടെ സ്റ്റോറേജ് കോസ്റ്റ് കുറവായിരിക്കണം അല്ലേ, എന്നാലും നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആൻഡ് ഫൈനലി ഇൻറ്റഗ്രേറ്റ് വിത്ത് ക്ലൗഡ് ഡിപ്ലോയ്മെൻറ്റ്. നമ്മളിപ്പോഴത്തെ ക്ലൗഡ് കമ്പ്യൂട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. ദ ക്ലൗഡ് ക്യാൻ പ്രൊവൈഡ് സ്റ്റോറേജ് ആൻഡ് കമ്പ്യൂട്ട് കപ്പാസിറ്റി ഓൺ ഡിമാൻഡ് അല്ലേ. നമുക്കറിയാം ക്ലൗഡ് കുറേ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഷെയറിംഗ് ആണ് അല്ലേ. നമുക്ക് സ്റ്റോറേജ്, പ്ലാറ്റ്ഫോം, ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെയുള്ള എല്ലാ കാര്യവും നമുക്ക് ആ ക്ലൗഡിൽ നിന്ന് എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് അങ്ങനെയുള്ള ക്ലൗഡ് ടെക്നോളജീസ് എന്ത് ചെയ്യാൻ പറ്റണം, ഇതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, more and more companies are using the cloud as an analysis sandbox. Increasingly, the cloud is becoming an important deployment model to integrate existing systems with cloud deployment in a hybrid model. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുവിധം എല്ലാ കമ്പനീസും ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ക്ലൗഡ് മോഡൽ യൂസ് ചെയ്തിട്ടാണ് അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും എന്തിന് സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ ബിഗ് ഡാറ്റ അനാലിസിസ് ഫ്രെയിം വർക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തിനു വേണ്ട ഒരു ബിഗ് ഡാറ്റ അനാലിസിസ് ഫ്രെയിം വർക്ക് ആപ്ലിക്കേഷന് വേണ്ടത്. ക്ലിയർ? ഓക്കെ, താങ്ക് യു.